എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തിലെ ഒരു പ്രബല വിഭാഗമാണ് പെന്തക്കോസ്തുകാർ. ഏതാണ്ട് 20-നും 25 ലക്ഷത്തിനുമിടയിൽ പെന്തക്കോസ്തുകാർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് പല വിഭാഗങ്ങളിലായി, അതായത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ, AG അസംബ്ലി ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, അതുപോലെ ദ പെന്തക്കോസ്റ്റൽ മിഷൻ, ഇങ്ങനെ പല വിഭാഗങ്ങളായി നിൽക്കുകയാണ്. എന്നാൽ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗമായ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ, അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കുമ്പനാടാണ്. അപ്പോൾ കുമ്പനാട് കൺവെൻഷനിൽ വെച്ച് ഒരു സീനിയർ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ബാബു ചെറിയാൻ എന്നാണ്, പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് ബാബു ചെറിയാൻ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനും വേദപണ്ഡിതനുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പെന്തക്കോസ്റ്റൽ സമൂഹത്തെ വളരെ ശക്തമായി സ്വാധീനിച്ചു. അപ്പോൾ ഒരാഴ്ചയായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ 102ാമത് ജനറൽ കൺവെൻഷൻ വളരെ ഭംഗിയായി മുൻപോട്ട് പോവുകയായിരുന്നു. നിരവധി ആളുകൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു. എന്നാൽ അതിൽ വെച്ച് പാസ്റ്റർ ബാബു ചെറിയാൻ വളരെ കൃത്യമായി പറഞ്ഞു, നമ്മുടെ ഈ സമൂഹം, പെന്തക്കോസ്റ്റൽ സമൂഹം, വളരെ പ്രബലമായ ഒരു സമൂഹമാണ്. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. എന്നാൽ ഈ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും ഒരംഗങ്ങൾ പോലുമില്ല. അതുകൊണ്ട് നിയമസഭയിൽ നമ്മുടെ ആളുകൾ ഉണ്ടാകണം, MLA-മാരുണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഇത് വലിയ ഒരു ചർച്ചയ്ക്ക് കാരണമായി തീർന്നു. പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ചെയ്തു. ഇത് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് MLA-മാരോ MP-മാരോ ഒന്നും ഉണ്ടാകാത്തത്? അദ്ദേഹം പറഞ്ഞു, അത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലിലൂടെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലൂടെ വളരെ ശക്തമായി തന്നെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് MP-മാർ, MLA-മാർ ഉണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ ഒക്കെ ഉണ്ടാകണമെന്ന് വളരെ ശക്തമായി തന്നെ ഞാൻ പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തു. എന്നാൽ ആ വീഡിയോയ്ക്ക് പല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അതായത് തീവ്ര സ്വഭാവമുള്ള പെന്തക്കോസ്തുകാർ ഇതിനെ എതിർത്തു. ചില ആളുകൾ പറഞ്ഞു, ഇവന് MP-യോ MLA ഒക്കെ ആകാൻ വേണ്ടിയുള്ളൊരു പണിയാണ്. ചിലർ പറഞ്ഞു, ഇവനൊരു BJP അനുഭാവിയാണ്, അതുകൊണ്ട് BJP-ക്കാർക്ക് വേണ്ടിയാണ് ഇവൻ സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, നമ്മുടെ ആളുകൾ MP-മാരായി MLA-മാരായി ഉണ്ടാകണം, അതിൻ്റെ ആവശ്യകതയുണ്ട്. എന്നാൽ ഈ പാസ്റ്റർ ബാബു ചെറിയാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് MP-മാരും MLA-മാരും ഉണ്ടാകണമെന്ന് വളരെ ശക്തമായ രീതിയിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്ന സംഘടന, അത് ബ്രദർ ബാബു പറയത്ത് കാട്ടിൽ, തിരുവല്ലക്കാരനായ ബ്രദർ ബാബു പറയത്ത് കാട്ടിലും അദ്ദേഹത്തോടൊപ്പം ഉള്ള ചില ആളുകൾ ചേർന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്ന ഒരു സംഘടന സ്ഥാപിച്ചു. അത് രജിസ്റ്റർ ചെയ്തു. അത് നിയമാനുസരണമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ബാബു പറയത്തുകാട്ടിൽ നേതൃത്വം നൽകുന്ന ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ
ചില ദിവസങ്ങൾക്ക് മുമ്പ് ബാബു ചെറിയാൻ പാസ്റ്റർ പറയുന്നതിനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില ടി വി ചാനലുകൾക്ക് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തു. അതിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഏതാണ്ട് 51 ഇടങ്ങളിൽ പെന്തക്കോസ്തൽ സമൂഹത്തിന് ശക്തമായ സാന്നിധ്യമുണ്ട്. നമ്മൾ നമ്മുടെ പ്രതിനിധികളെ അവിടെ വയ്ക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 14 മണ്ഡലങ്ങളുണ്ട്. ആ 14 മണ്ഡലങ്ങളിലും നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തും. യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇത് എൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. വളരെ അധികം പ്രതികരണങ്ങൾ വന്നു. പെന്തക്കോസ്തൽ സമൂഹം ഇതിനെ ശക്തമായി എതിർത്തു. പല ആളുകളും പല രീതിയിലുള്ള കമൻറ്റുകൾ എഴുതി. എന്നാൽ യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിൽ എടുത്ത ഈ ഒരു തീരുമാനം അത് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ഷെയർ ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ബാബു പറയത്തുകാട്ടിൽ യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിലിൻ്റെ നാഷണൽ പ്രസിഡൻ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുക. കാരണം പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതിൻ്റെ ഒരാശയം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എംപിമാരും MLA ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് സുവിശേഷകന്മാർക്ക് നേരിടുന്ന പ്രതിസന്ധികളെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ കാൺപൂരിൽ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഒരു സുവിശേഷകനെ അറസ്റ്റ് ചെയ്തു, പാസ്റ്റർ ആൽവിൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 3 കുട്ടികളെയുമാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന് ശക്തമായ എതിർപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്, അവിടുത്തെ MLA MP ഒക്കെ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞാൽ അവരോട് ഈ വിഷയം അവതരിപ്പിക്കുക. കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ പല MPമാരും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. ചില മന്ത്രിമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി. ചില TV ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തു. അപ്പോൾ പെന്തക്കോസ്തൽ സമൂഹത്തിന് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു MLA ഒരു MP ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെന്തക്കോസ്തൽ സമൂഹം വളർന്ന് പന്തലിച്ചു. കേരളത്തിൽ തന്നെ 20 ലക്ഷത്തിൽ കൂടുതൽ പെന്തക്കോസ്തുകാരുണ്ട്. 24 ലക്ഷം എന്നാണ് ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിയാൽ പഞ്ചാബ്, അതുപോലെ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഇതുപോലുള്ള പ്രദേശങ്ങൾ, ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ പ്രദേശങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പെന്തക്കോസ്തൽ സമൂഹം എന്ന് പറയുന്ന ഒരു പ്രബല സമൂഹമാണ്. ഏതാണ്ട് 147 കോടി ജനമുള്ള ഇന്ത്യയിൽ ഒരു കണക്കനുസരിച്ച് 2.7% ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നതെങ്കിലും ഹിന്ദു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ നിന്നോ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുടെ എണ്ണം എടുത്താൽ ഒരു പ്രമുഖ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞു, ഹിന്ദു സമൂഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 14% ക്രിസ്ത്യാനികൾ ഇതിൻ്റെ അകത്തുണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അതിനെ അവർ വിളിക്കുന്നത് തന്നെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എങ്ങാണ്ടാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേര് ഹിന്ദുവിൻ്റെ ആണെങ്കിലും വിശ്വാസം ക്രിസ്ത്യാനിയുടേതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രമേശ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പേര് കൊണ്ട് ഹിന്ദുവാണ് എന്ന് തോന്നുന്നെങ്കിൽ പക്ഷേ അദ്ദേഹം ഒരു പാസ്റ്ററാണ് ഇവിടുത്തെ. അതുപോലെ ഇന്ത്യയിൽ കേരളം മുതൽ ജമ്മു ആൻഡ് കാശ്മീർ വരെയും ഈ സൈഡിലേക്ക് പോയാൽ ഇങ്ങനെ മണിപ്പൂർ, മേഘാലയ ഈ പ്രദേശങ്ങളും
സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുജറാത്ത് മുതലുള്ള സ്ഥലങ്ങളിലും എല്ലാ പ്രദേശങ്ങളുടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്ത് 25 ലക്ഷം ആളുകളാണ് പെന്തക്കോസ്തുകാരുള്ളതെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും കുറവല്ല. അങ്ങനെ വരുമ്പോൾ 2.7% എന്നുള്ള ക്രിസ്തീയ വിശ്വാസ കണക്കിൽ നിന്ന് 12 മുതൽ 14% വരെ ആകും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഞെട്ടലുണ്ടാവും. ഞെട്ടണ്ട, നിങ്ങളുടെ ആളുകൾ തന്നെയാണ് ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായി മറ്റ് RSS, ബജറംഗ് ദള്, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കുകയാണ്. ഇങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ 12% മുതൽ 14% വരെയും ക്രിസ്തീയ വിശ്വാസികളുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രബലമായ ഒരു വിഭാഗമായിട്ടാണ് പെന്തക്കോസ്ത് സമൂഹത്തെ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 147 കോടി ജനങ്ങളുള്ളതിൽ 10% എടുത്താൽ തന്നെ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അതിൽ പെന്തക്കോസ്തുകാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് ടാർഗറ്റ് നമ്മൾ വെച്ചാൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഉൾപ്പെടെ, അതായത് പേരുകൊണ്ട് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ പെന്തക്കോസ്തൽ സമൂഹം തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, പെന്തക്കോസ്തൽ സമൂഹം ഇന്ത്യയിൽ ഒരു പ്രബല സമൂഹമല്ലേ? ഈ പ്രബല സമൂഹമായ ഈ പെന്തക്കോസ്ത് സമൂഹത്തിന് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി മണ്ഡലത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഒരു കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് ലഭിച്ചുകൂടാ? എന്തുകൊണ്ട് ഒരു രാജ്യസഭ MP സീറ്റ് ലഭിച്ചുകൂടാ? ഇത് പെന്തക്കോസ്തൽ സമൂഹത്തിൻ്റെ കഴിവുകേടായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പാപമാണ്, അപ്പം മാമോനെ സേവിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില വിഷനില്ലാത്ത ആളുകൾ, വിഷണറിമാരുണ്ടാവണം. അതായത് പെന്തക്കോസ്തൽ സമൂഹത്തിൽ നിന്ന് ദീർഘദർശനമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ചെറിയ മനസ്സിൻ്റെ ഉടമകൾ ചെറുതായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ രാജ്യസഭയിൽ ഒരു MP ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ജോൺ ബ്രിട്ടാസിനെയാണ് ആശ്രയിക്കുന്നത്. എന്തു പ്രശ്നം വന്നാലും ജോൺ ബ്രിട്ടാസിനെ വിളിക്കും. അതേസമയം ജോൺ ബ്രിട്ടാസിൻ്റെ പകരം നമ്മുടെ ഒരു MP അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു MP അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് എത്രയോ പോസ്റ്റുകളുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ, പിന്നെ അതിൻ്റെ പല വകുപ്പുകളുണ്ട്. അതിൽ ചെയർമാൻ പോസ്റ്റുകളുണ്ട്, വൈസ് ചെയർമാനുണ്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഇതൊന്നും പെന്തക്കോസ്ത് സമൂഹത്തിന് ലഭിക്കുന്നില്ല, മൈനോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇതെല്ലാം മറ്റുള്ള വിഭാഗങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. മറ്റേ കത്തോലിക്ക സഭയിൽ നിന്നുള്ളവരുണ്ട്, മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവരുണ്ട്, സിഖ് മതത്തിൽ നിന്നുള്ളവരുണ്ട്. മൈനോറിറ്റിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്കെല്ലാം ലഭിക്കുമ്പോൾ ഇത്രയും വലിയ ശക്തിയായ ഒരു പെന്തക്കോസ്തൽ സമൂഹത്തിന് എന്തുകൊണ്ടാണ് ഇതുപോലുള്ളൊരു പോസ്റ്റ് ലഭിക്കാത്തത്? ചിന്തിക്കണം. ഇതിൻ്റെ കാരണം ഐക്യമില്ലാത്തത് എന്നുള്ളതാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയണം. പെന്തക്കോസ്തൽ സമൂഹം എന്ന് പറഞ്ഞാൽ ആർക്കും വന്ന് കുതിര കയറി പോകാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് മാറരുത്. അവരുടെ അവകാശങ്ങളെ ചോദിച്ച് മേടിക്കാൻ കഴിവുണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഏത് മേഖല എടുത്ത് നോക്കിയാലും പെന്തക്കോസ്തുകാർ പുറകോട്ടല്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പെന്തക്കോസ്തുകാർ 1-ാം നമ്പറാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പെന്തക്കോസ്തുകാർ 1-ാം നമ്പറാണ്. ഹിന്ദി ഭാഷയുടെ പരിജ്ഞാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പെന്തക്കോസ്തുകാർ 1-ാം നമ്പറാണ്. കാരണം ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇവിടെ ഒരു PhD ചെയ്തിട്ടുള്ള ആളെക്കാളും വൃത്തിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാം. അപ്പോൾ രാജ്യസഭയിലോ ലോക്സഭയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പോയാൽ വളരെ ശക്തമായി AA റഹീം പറയുന്ന പോലെയല്ല, മറിച്ച് വളരെ കൃത്യമായി തന്നെ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകൾ പെന്തക്കോസ്തിലുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്.
അതുപോലെ കലാപരമായി കായികപരമായി കഴിവുള്ളവരുണ്ട്, ഭാഷാപരമായ പരിജ്ഞാനങ്ങളുണ്ട്, വേദങ്ങളും ശാസ്ത്രങ്ങളും തത്വങ്ങളും പഠിച്ച് അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് നിയമസഭയിലോ പാർലമെൻറ്റിലോ എത്തപ്പെടാൻ കഴിയാത്തത്? അങ്ങനെ വന്നാൽ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഉന്നയിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാത്തത്? നമ്മുടെ ഇടയിലുള്ള അനൈക്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ പല ആളുകളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഉത്തർപ്രദേശിൻ്റെ ഒരു പ്രതിനിധിയായി ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പല ആളുകളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ ചോദിക്കുന്നു, മുഖ്യധാര പെന്തക്കോസ്റ്റുകാർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? IPC കാരനുണ്ടോ? ചർച്ച് ഓഫ് ഗോഡിലെ ആളുണ്ടോ? IPCയിലെ വൽദർ അബ്രഹാം പാസ്റ്റർ ഇതിന് സപ്പോർട്ടാണോ? ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റേഴ്സ് സപ്പോർട്ടാണോ? AG പാസ്റ്റർ പിന്തുണയ്ക്കുന്നുണ്ടോ ചോദിച്ചു. എന്താ കാരണം? നമ്മുടെ ഇടയിൽ തന്നെ ഐക്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്റർ ചർച്ച് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ അകത്ത് എപ്പിസ്കോപ്പൽ സഭകളെല്ലാം അതിൻ്റെ അകത്ത് മെമ്പർമാരാണ്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ, IPC, ചർച്ച് ഓഫ് ഗോഡ്, AG ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സംഘടിത ശക്തിയായി എന്തുകൊണ്ടാണ് പുറപ്പെട്ടു വരാൻ കഴിയാത്തത്? അപ്പോൾ സ്വാർത്ഥത, ഇതാണ് ഇതിൻ്റെ അകത്ത്. ആര് നേതാവാകുന്നു എന്നുള്ളതല്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അതായത് അതുകൊണ്ടാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ബാബു പറയത്ത് കാട്ടിൽ ഇപ്പോഴും പറയുന്നത്, ആര് കുത്തിയാലും വേണ്ടില്ല, നെല്ല് എന്ത് ചെയ്യണം, വെളുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇവിടെ പല ആളുകൾക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പദ്ധതിയില്ല, പ്ലാനില്ല. എന്ന് പറഞ്ഞാൽ ഒരു MPയോ MLAയോ പഞ്ചായത്ത് മെമ്പറായി പോകാനല്ല. എന്നെ പോലെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പത്രപ്രവർത്തനമാണ് ഇഷ്ടം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും, അതിൻ്റെ ഒരു ചെറിയ പോസ്റ്റ് എനിക്കുണ്ടെങ്കിൽ പോലും, അതായത് പൂർണ്ണ സമയം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടോ ഒന്നും ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോകളോടാണ് താല്പര്യം, പത്രപ്രവർത്തനം, അതുപോലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ സാജു തോമസിന് നേതാവാകാൻ വേണ്ടിയാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർ അവിടെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അവർ സംസാരിക്കും. അത് നമുക്ക് പല കാര്യങ്ങൾക്കും അത് ഒരു ഗുണകരമായി തീരും. അപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യം, പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞപ്പോൾ ജനം അത് ഏറ്റെടുത്തു. ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനു മുമ്പേ വളരെ നാളുകളായി ഞാൻ ഈ ചാനലിലൂടെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ബാബു പറയത്ത് കാട്ടിലാണ്. അദ്ദേഹമാണ് ഇതൊരു വലിയ വിവാദമാക്കിയത്. എന്ന് പറഞ്ഞാൽ TV ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആവശ്യമാണ്. അപ്പം നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത് ആവശ്യമല്ലേ? നമ്മളെ നടത്തുന്ന ദൈവമാണ്, സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മൾ പോകുന്നത് പഞ്ചായത്തിലാണ്. നമ്മളിവിടുന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നുണ്ട്. നമുക്ക് റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, വോട്ടർ ID കാർഡുണ്ട്, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഭരണരംഗത്ത് എത്തപ്പെടാൻ പറ്റാത്തത്? ഭരിക്കുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: കാര്യനിർവഹണം, ഭരണനിർവഹണം, നീതി നിർവഹണം. ഇങ്ങനെ നമുക്ക് തിരിക്കാം, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു MP, ഒരു MLA എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്നവരാണ്. അതേസമയം IAS ഓഫീസർമാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് ഈ MP, MLAമാരുണ്ടാക്കിയ നിയമത്തെ, പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തെ, അല്ലെങ്കിൽ നിയമസഭയിൽ പാസ്സാക്കിയ നിയമത്തെ അതിനെ നടത്തിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്തമാണ് ബ്യൂറോക്രാറ്റ്സിനുള്ളത്. മനസ്സിലായോ? അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കലാണ് ജുഡീഷ്യറിയുടെ പണി, അതായത് നീതി നടപ്പാക്കുക. അപ്പോൾ നമ്മൾ ഭരണം
ഒരു അധികാര മേഖലയിൽ ഒരു വ്യക്തി എത്തിയാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? നിയമസഭയും ലോക്സഭയും രാജ്യസഭയും ഒക്കെയാണ്. അതിൻ്റെ അകത്തൊരു മെമ്പറായി ഒരാൾ കയറിപ്പറ്റിയാൽ നിയമം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഈ നിയമം സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അകത്തൊരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാകാത്ത കാര്യം മനസ്സിലാക്കുകയോ എതിർക്കേണ്ട കാര്യം എതിർക്കുകയോ ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ആരുമില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എടുത്ത നിലപാടുകൾ വളരെ കൃത്യമാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഈ വരുന്ന 28-ാം തീയതി തിരുവല്ലയിൽ വെച്ച് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് പ്രഖ്യാപിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വീഡിയോ കൊണ്ടു. ആ വീഡിയോയിൽ ബ്രദർ സാംകുട്ടി, ഹല്ലേലൂയ സാംകുട്ടി, അദ്ദേഹം ഇത് അല്പം കൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 51 ഇടങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് സ്വാധീനമുണ്ട്. അതായത് 5000 മുതൽ 25,000 വരെ വോട്ടുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ആളുകൾ എനിക്ക് ആ വീഡിയോ വെച്ചിരുന്നു, ഈ വീഡിയോ ഒന്ന് കാണണം. ഞാൻ കണ്ടു, കേട്ടു. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ സാംകുട്ടിയുടെ പല വീഡിയോകൾക്കും ഞാൻ എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് വോട്ടുള്ളത് പീരുമേട്ടിലാണ്. അദ്ദേഹം പറഞ്ഞു 25,000-ഓളം വോട്ടുകളുണ്ട്. ഏതാണ്ട് 20,000-നും 25,000 ഇടയ്ക്ക് വോട്ടുകളുണ്ട്. അതുപോലെ പത്തനംതിട്ട, തിരുവല്ല, മറ്റ് പല സ്ഥലങ്ങളെ അദ്ദേഹം യോജിപ്പിച്ച് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ 10,000-ന് മുകളിൽ വോട്ടുണ്ട്. ഞാൻ ഇടുക്കിക്കാരനാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. ഇടുക്കിയിൽ വോട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും 10,000-ലധികം വോട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പാർട്ടിയെ തോൽപ്പിക്കാനും ഒരു പാർട്ടിയെ ജയിപ്പിക്കാനും നമുക്ക് കഴിയും. കാരണം ചില സ്ഥാനാർത്ഥിമാരൊക്കെ ജയിച്ചിരിക്കുന്ന 5,000 വോട്ടിനും 10,000 വോട്ടിനുമാണ്, അല്ലെങ്കിൽ 1000 വോട്ടിനും 500 വോട്ടിനുമാണ്. അങ്ങനെയെങ്കിൽ 5,000 പെന്തക്കോസ്തുകാർ മാറി നിന്നാൽ അവിടെ ആര് ജയിക്കണം ആര് തോക്കണം എന്ന് ചിന്തിക്കുന്നത് പെന്തക്കോസ്തുകാരായിരിക്കും. അത് കറക്റ്റല്ലേ? അതുകൊണ്ടാണ് ബാബു ചെറിയാൻ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ ആര് ജയിക്കണം ആര് തോക്കണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളവരാണ് പെന്തക്കോസ്തുകാർ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇത്രയും സോഴ്സ് നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമുക്ക് ആൾബലമുണ്ട്, പണസ്വാധീനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഭാഷാപരമായ അറിവുണ്ട്, അതുമാത്രമല്ല കേരള ചരിത്രം മുതൽ ലോക ചരിത്രം മുതൽ സകല ചരിത്രവും പഠിച്ചവരാണ് പെന്തക്കോസ്തിലുള്ള പാസ്റ്റർമാർ പലരും. ഇപ്പോൾ ഇത്രയും അറിവും കഴിവും പ്രാപ്തിയും പ്രാവീണ്യമുള്ള ഈ സമൂഹം അവരുടെ അവകാശങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചു വാങ്ങിക്കാത്തതെന്ന് ഉള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. പെന്തക്കോസ്തുകാരെ ഈ മുൻവിധി മാറ്റണം. ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ള ചിന്താഗതി മാറ്റണം. ലോകത്തിൻ്റെ തന്നെ ഭരണചക്രം തിരിച്ചിട്ടുള്ളവർ പെന്തക്കോസ്തുകാരാണ്. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിലെ സൂപ്പർ പവറായി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ലോക പോലീസാണ്. ആ ലോക പോലീസിൻ്റെ ഭരണത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പോലും അദ്ദേഹം ബൈബിളിനെ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? അമേരിക്കയിലുള്ള പല സെനറ്റ് അംഗങ്ങളും അവർ പെന്തക്കോസ്തുകാരാണ്. കാരണം അവർക്ക് എന്നാ രാഷ്ട്രീയം ഒരു കുഴപ്പമായിട്ട് കാണുന്നുണ്ടോ? അപ്പം ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും പെന്തക്കോസ്തിലെ ആളുകൾ ഈ MP-മാരായും അല്ലെങ്കിൽ ഭരണരംഗത്തുമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും നമുക്കിത് അയിത്തമായിരിക്കുന്നത്? ലോകത്തിൻ്റെ ഭരണചക്രം തീരുമാനിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പെന്തക്കോസ്തുകാർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇതൊരു ചോദ്യമല്ലേ? ഇത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സ്വഭാവം മാറും, നമുക്ക് പണത്തോട് ആഗ്രഹം ഉണ്ടാകും എന്നുള്ള ഒരു വ്യാജ ചിന്താഗതിയാണ്.
പിന്മാറിപ്പോകേണ്ടവൻ ഏത് സ്ഥാനത്തും പോകും. അപ്പോൾ അതുകൊണ്ട് വിജയപരാജയങ്ങളെ തീരുമാനിക്കാൻ നമുക്ക് പറ്റും. കുമ്പനാട് കൺവെൻഷന് വി.ഡി. സതീശൻ വന്നപ്പോൾ ആദ്യം പറയേണ്ട ഇതായിരുന്നു. എന്താണ്? ഇൻട്രഡക്ഷൻ പറയുമ്പോൾ പ്രബലമായ ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. ഞങ്ങൾക്ക് അർഹമായ പരിഗണന തന്നാൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാം. ഞങ്ങൾക്ക് അർഹമായ ഒരു പരിഗണനയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യത്യാസം വരുത്തും. ഞാൻ ചോദിക്കട്ടെ, 140 MLA-മാരുണ്ട്. 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസും അതായത് UDF മത്സരിക്കുന്നു, LDF മത്സരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിൽ നിന്നൊരു 10 സീറ്റ് പെന്തക്കോസ്തുകാർക്ക് എന്തുകൊണ്ട് തന്നുകൂടാ? പീരിമേട്ടിൽ എന്തുകൊണ്ടൊരു പെന്തക്കോസ്തുകാരെ നിർത്തിക്കൂടാ? തിരുവല്ലയിൽ എന്തുകൊണ്ടൊരു പെന്തക്കോസ്തുകാരനെ നിർത്തിക്കൂടാ? മറ്റ് ഇതര സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു പെന്തക്കോസ്തുകാരനെ നിർത്താൻ പറ്റാത്തത്? അപ്പോൾ ഇത് നമ്മുടെ കഴിവില്ലായ്മയാണ്. ഏത് പാർട്ടിയാണോ ഈ തരുന്നത്, അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി നിലപാട് മാറ്റണം. കാരണം നമ്മുടെ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരുത്തനെ കണ്ണെടുത്താൽ കാണുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തായാലും വളരെ കൃത്യമായി തന്നെ ഒരു അവലോകനമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞു. എല്ലാ സഭകളെയും കൂടെ ഉൾപ്പെടുത്തി, അതായത് യോജിക്കുന്ന എല്ലാവരോടും ഉൾപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ യുണൈറ്റഡ് കൗൺസിൽ വളരെ കൃത്യമായി വ്യക്തമാക്കി 14 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിമാരെ നിർത്തും. അത് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ശക്തി. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാരണം. അപ്പം അതുകൊണ്ട് പെന്തക്കോസ്റ്റൽ സമൂഹം ഉണരണം. അവർ ചിന്തിക്കണം, അവർ മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു ചെറിയ ശക്തിയല്ല, വൻ ശക്തിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും. പഞ്ചാബിൽ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുള്ള പ്രാർത്ഥനാ യോഗങ്ങൾ പങ്കെടുക്കുകയാണ്. ആളുകൾ നമ്മുടെ ഇടയിലേക്ക് അടുത്തേക്ക് വരും വോട്ടും ചോദിച്ചുകൊണ്ട്. ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. അതിന് സഭാ വ്യത്യാസമില്ലാതെ പെന്തക്കോസ്ത് സമൂഹം ഒന്നിച്ച് നിൽക്കണം. പല സംഘടനകളുണ്ട്. ഏറ്റവും പ്രബലമായി മുമ്പോട്ട് പോകുന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞതിനെ കാര്യഗൗരവമായി ചിന്തിക്കണം. ബ്രദർ ബാബു പറയത്തുകാട്ടിൽ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഈ ആശയങ്ങളെ കാര്യഗൗരവമായി ചിന്തിക്കണം. എന്നിട്ട് ഒരു വൻ ശക്തിയായി, ഒരു പ്രബല ശക്തിയായി കേരളത്തിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മാറണം. അങ്ങനെ മാറുമ്പോൾ ഉത്തർപ്രദേശിൽ ഒരു 2 MLA-മാരുണ്ടെന്നിരിക്കട്ടെ, ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ബീഹാറിൽ, അതൊക്കെ വലിയ ഗുണം ചെയ്യും. പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് അതിൽ ഒരു സംഘടിത ശക്തിയായി, ബോധവാന്മാരായി പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അതോടൊപ്പം തന്നെ കഴിവുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും നല്ല ഉന്നതമായ പദവികളിൽ എത്തണം. ദാനിയേലിനെ ഓർക്കുക. എത്രയോ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഭരണചക്രം തിരിച്ച ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. അതുപോലെ പലരെ നമുക്ക് പഠിക്കാം. ജോസഫ്, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം ഒരു ഭരണകർത്താവായിരുന്നു, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഒരു ഭരണകർത്താവായി ഇരിക്കുന്ന നമുക്ക് നമ്മളിതിനെ അംഗീകരിക്കണം. അപ്പം അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുവാൻ പെന്തക്കോസ്റ്റൽ സമൂഹം ഉത്സാഹിക്കണം. അതിൻ്റെ പ്രാരംഭ സ്റ്റെപ്പുകൾ എടുത്ത് ശക്തമായി മുമ്പോട്ട് പോകുന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിനെയും ബ്രദർ ബാബു പറയത്തുകാട്ടിലിനെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം അതുകൊണ്ടൊരു പ്രബല ശക്തിയായി നമുക്ക് മാറാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.